ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചിയേറും ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാട്ടോ. ഒരു വലിയ സബോള ഞാൻ കൊത്തി അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും കുഞ്ഞു കുഞ്ഞൂതാക്കിയിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കൊത്തി കൊത്തി അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഒരു പിടി തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. ദേ ആ പാത്രത്തിൽ കാണാത്ര റവ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ? തുടങ്ങല്ലേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് റവ ഉണ്ട് വറുത്ത് കോരാട്ടാ. എൻ്റെ കയ്യിലുള്ളത് വറുത്ത റവ അല്ല. വറുത്ത റവ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറക്കാട്ടാ. അപ്പോൾ റവ വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുക് നന്നായി പൊട്ടിയതിൻ്റെ ശേഷം സബോള കൊത്തി എരിഞ്ഞ് വെച്ചത് തട്ടുന്നുണ്ട്. വല്ലാതെ അങ്ങോട്ടിട്ട് നന്നായി അങ്ങോട്ട് മൊരിഞ്ഞ് മൂക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ആ വാടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുമാവിലേക്കുള്ള മുഴുവൻ ഉപ്പ് ഞാൻ എപ്പോഴും ഇട്ടിട്ടില്ല. സബോള വാടാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേപ്പില ഒപ്പം തന്നെ ഇടുന്നുണ്ട്. വേപ്പിലൊന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ ഒപ്പം ഓരോന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സമയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ക്യാരറ്റൊന്നും വേവാൻ അധികം ടൈമൊന്നുമില്ല. കാരണം നന്നായി കനം കുറച്ച് കൊത്തി അരിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉപ്പുമാവിലേക്കുള്ള വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് വെക്കേണ്ട കണക്കില്ലേ, 1 പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം, അത് തന്നെയാണ് സെയിം ഉപ്പുമാവ് വെക്കാനും. ഏത് പാത്രത്തിലാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ പാത്രത്തിൽ 1.5 പാത്രം വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പുമാവിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക്. അപ്പം അങ്ങനെ വെള്ളം തിളച്ച് വന്ന് വെള്ളത്തിന് പാകത്തിലുള്ള ഉപ്പിട്ടിട്ട് റവ കുറേശ്ശെ ആയിട്ടിട്ടിട്ട് കട്ടാതെ നമ്മൾ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി എടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് സ്ലോവിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാനുള്ള സമയം കൊടുക്കാം കേട്ടോ. രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് ആ ചൂട്ടോടെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ചൂട് മതിയിട്ട് ആ തേങ്ങക്ക്. ആ തേങ്ങയുടെ ആ ഒരു മണം നമുക്ക് ഇവിടെ കഴിക്കുമ്പോൾ കിട്ടണം കേട്ടോ. അപ്പം ഇതിങ്ങനെയാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ബൈ. മറക്കണ്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും.